ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി പത്മജ പറഞ്ഞു. ഇനിയും കോൺഗ്രസിന്റെ വാക്കിൽ വിശ്വസിക്കില്ല. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വീട്ടിൽ വന്ന് ഉറപ്പ് നൽകിയതാണ്. സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും പത്മജ പറഞ്ഞു. പത്മജയുടെ വാക്കുകൾ ലഭ്യമാണ്. അതിലേക്ക് കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പിന്തുണയുണ്ടാവും, വിഷമിക്കേണ്ട. അതിനകത്തൊരു കരുതലുണ്ടായി, നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത്. ഇല്ല, പ്രതീക്ഷയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഔദാര്യമേ അല്ല. ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അച്ഛൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അച്ഛൻ്റെ കത്ത് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് നമ്മളെടുത്ത് പറയണം അച്ഛൻ്റെ കത്ത് തെറ്റാണ്, കളവാണ്. ആദ്യം അവർ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കില്ല. ഈ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പ് ഒരു എഗ്രിമെൻറ്റിൻ്റെ രൂപത്തിൽ അവരാക്കി. ആ എഗ്രിമെൻ്റ് തന്നെ ഇന്ന് കാണാത്ത സ്ഥിതിയാണ്. പിന്നെ അവരുടെ വാക്കിൽ എന്തിനാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമുള്ളത്? ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. ഹാൻസ്, ഈ NM വിജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷം തന്നെ വിവാദങ്ങളൊക്കെയും ഉയർന്നതാണ്. പിന്നീട് ഇപ്പോൾ പത്മജ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വീട്ടിലെത്തിയ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ വിശ്വസിച്ച് പണം ചെലവാക്കിയ ആളാണ് NM വിജയൻ. പിന്നീട് അദ്ദേഹം പെട്ടുപോവുകയാണ്. അതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്യുന്നതും. അന്നത്തെ KPC അധ്യക്ഷൻ കെ സുധാകരൻ ആ വീട്ടിലെത്തി ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുമെന്ന കുടുംബത്തിന് ഉറപ്പ് നൽകി. പക്ഷേ പിന്നീട് നടന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. അന്ന് എല്ലാത്തിനും സാക്ഷി. ഇന്നത്തെ KPC അധ്യക്ഷന് അതിൽ വലിയ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ബോധമില്ലായിരിക്കും. പക്ഷേ എല്ലാം അറിയാവുന്ന സിദ്ദിഖ് പോലും ഇപ്പോൾ നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ പത്മജ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ കൂടിക്കാഴ്ച? പത്മജയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ്? സേതു, ഇന്നത്തെ കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണ് പത്മജ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പത്മജയും മകളും അടക്കമുള്ളവർ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും തങ്ങളുടെ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ഈ പരാതിയിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ അച്ഛനായിട്ടുള്ള NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം. അതുകൂടാതെ തന്നെ തനിക്കെതിരെ, പത്മജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പത്മജ ആരോപിക്കുന്നത്. ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. തൻ്റെ ചിത്രം അടക്കം തെറ്റായി മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരെയും പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പത്മജ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് വിഷയത്തിലും കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാക്ക് നൽകിയതായിട്ടാണ് പത്മജ ഇപ്പോൾ പറയുന്നത്. വലിയൊരു പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതുവരെ എങ്ങനെയാണ് പോയിരുന്നത് ആ രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പത്മജ പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെയും നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിന് സമയം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദമാക്കും എന്ന് പത്മജ പറയുന്നു. കൂടാതെ കോൺഗ്രസ് നേതാക്കളിൽ ആരെയും വിശ്വസിക്കുന്നില്ല, അവരുടെ വാക്കുകളിൽ വിശ്വാസമില്ലെന്നാണ് പത്മജ പറയുന്നത്. നമുക്കറിയാം, സഭ നടക്കുകയാണ്. പ്രധാന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് നേതാക്കളെ ആരെയും തന്നെ കാണാൻ ഇല്ല എന്നാണ് പത്മജ പറയുന്നത്. ഇതിനോടകം തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ തങ്ങളുടെ വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് തരണം, അല്ലാത്ത സമരവുമായി മുന്നോട്ട് പോകുമെന്നും പത്മജ പറയുന്നു. വ്യക്തമാണ്.